ശ്രീനാരായണപുരം AKG നഗർ CU ജയൻ സ്മാരക വായനശാല ഓണം ബക്രീദ് ജനകീയോത്സവം 2025 സംഘടിപ്പിച്ചു. ഓണം ബക്രീദ് ജനകീയോത്സവത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം, ഓണക്കാല കായിക വിനോദങ്ങൾ, പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികൾ, സാംസ്കാരിക സംഗമം എന്നിവ നടന്നു. സാംസ്കാരിക സംഗമത്തിൽ മതേതര കേരളം ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിൽ പ്രശസ്ത സിനിമാ താരം ഗായത്രി വർഷ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് വന്ന സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞേ? കേരളം ഭ്രാന്താലയമാണ്. നമ്മൾ ഒറ്റ സെന്റൻസിൽ പറഞ്ഞു തീർക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണ് എന്നൊരു ഒറ്റ വാക്യത്തിലല്ല പറഞ്ഞത്. ഈ ലോകം മുഴുവൻ നടന്നിട്ടുള്ള ഞാൻ എവിടെയും കണ്ടിട്ടില്ല ബ്രാഹ്മണൻ നടക്കുന്ന പാതയിലൂടെ മറ്റൊരു മനുഷ്യജീവിക്ക് നടക്കാൻ അധികാരമുള്ള പൊതുനിരത്തുണ്ട് എന്ന് ഞാൻ വേറെ എവിടെയും കണ്ടില്ല. ഇവിടെ ഈ ജാതി വ്യവസ്ഥ അടിസ്ഥാനമാക്കിക്കൊണ്ട് മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന ഈ വ്യവസ്ഥക്കെതിരെ ഒരു സമൂഹം ഉണർന്നതില്ലാതാക്കുന്നിടം വരെ നിങ്ങളെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കാനേ എനിക്ക് കഴിയും. ഇത് എന്റെ വാക്കല്ല, നമ്മുടെ ആരുടെയും വാക്കല്ല. ലോകം മുഴുവൻ നടന്ന സന്യാസി സൃഷ്ടനായിരിക്കണം ഇതേ ചാതുർവർണ്ണ വ്യവസ്ഥ ഇന്നും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും ഇവിടെ തിരിച്ചു വരണമെന്നും അതനുസരിച്ച് ഈ ഭൂമി അല്ലെങ്കിൽ ഈ രാജ്യം ഈ കേരളത്തിൽ നടക്കണമെന്നും അതിനനുസരിച്ച് മനുഷ്യൻ ജീവിക്കണമെന്നും അങ്ങനെ ജീവിക്കുന്ന കേരളം ഏറ്റവും പരിശുദ്ധമാകുന്ന നല്ല നാടാകുമെന്നും അങ്ങനെ ഒരു നാട്ടിൽ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ചിട്ട് അയ്യപ്പ സേവ ചെയ്യണമെന്നും ഈ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട MP-യുള്ള ഈ കേരള നാട്ടിൽ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാട്ടോ, ഞങ്ങളാരും തിരുവനന്തപുരത്ത് കിടക്കുന്ന അങ്ങേർക്ക് ഇവിടെ വരണ്ടേ ഒന്ന് ജയിക്കാൻ. എന്ത് പറയാൻ? ഈ ചാതുർവർണ്ണ്യം നിലവിൽ നിങ്ങളല്ല, ഈ മണ്ഡലമല്ല, ചാതുർവർണ്ണ്യം നിലവിൽ വരണം. എന്തിന്? ഒരാൾ നടക്കുന്ന ഭൂമിയിൽ, ഒരാൾ നടക്കുന്ന പെരുവഴിയിൽ മറ്റൊരാൾക്ക് നടക്കാൻ അവകാശമില്ല എന്ന് സ്ഥാപിക്കുന്ന രീതിയിലേക്ക് മനുഷ്യനെ അർത്ഥമനായി, മനുഷ്യനെ പാർശ്വവൽക്കരിച്ച് മനുഷ്യത്വമില്ലാത്ത പ്രയോഗങ്ങൾ അവന്റെ ജീവിതത്തിൽ കൊടുത്ത് സമൂഹത്തിലെ ഏറ്റവും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ നടപ്പാക്കാൻ ആ വ്യവസ്ഥയായിരുന്നു കേരളം. ആ വ്യവസ്ഥയിലേക്ക് ഇതേ ഹിന്ദുമത സന്യാസി, പക്ഷെ ഇതേ ഹിന്ദുമത സന്യാസിയല്ല, ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ വേദ ഉപനിഷത്തുകളെല്ലാം പഠിച്ച് അറിഞ്ഞു വന്ന അറിവുള്ള വിജ്ഞാനമുള്ള ഹിന്ദു എന്ന് പറയുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും വലിയ മുതൽക്കൂട്ടും ഏറ്റവും വലിയ കാതലും എന്ന് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും ഉൾപ്പെടെയുള്ളവ അനുശാസിക്കുന്ന അറിവും വിജ്ഞാനമാണെന്നും ആ അറിവും വിജ്ഞാനവും മനുഷ്യനെയും ഈ ചരാചരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭൂമിയെയും ഏറ്റവും ഭംഗിയായി അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള പാകത്തിലേക്ക് പുരോഗതിയിലേക്ക് വളർത്താനുള്ള അറിവും വിജ്ഞാനവും എന്ന് മനസ്സിലാക്കിയിരുന്ന 18ഉം 19ഉം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച 19ആം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹർഷി ഋഷിവര്യനായിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ കേരളത്തെ കുറിച്ച് പറഞ്ഞതാണ്, നിങ്ങളുടെ ഈ നാട്ടിൽ നടക്കുന്ന ജാതി വ്യവസ്ഥയുടെ ദുരാചാരങ്ങളിൽ ലജ്ജിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. CU ജയൻ സ്മാരക വായനശാല പ്രസിഡന്റ് സൂരജ് നെടുമുറി, സെക്രട്ടറി അനീഷ മനോജ്, CU ജയൻ സ്മാരക വായനശാല സംഘാടക സമിതി ചെയർമാൻ മജീദ് തരുപ്പിരികയിൽ, വൈസ് ചെയർമാൻ സിദ്ദിഖ് വിളക്കുപറമ്പിൽ, ജനറൽ കൺവീനർ അജയൻ പണിക്കവീട്ടിൽ, ജോയിന്റ് കൺവീനർ സിദ്ദിഖ് ചുളക്കടവിൽ, ട്രഷറർ പ്രജിത്ത് ഐനിപ്പുള്ളി, രക്ഷാധികാരികളായ എസൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, വെമ്പലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AS അജിതൻ, AP ജയരത്നം, രമ്യ പ്രദീപ്, ലതാ ഭരതൻ ഐനിപ്പുള്ളി, PK ശശാങ്കൻ, AP സഹദേവൻ, CS സുധീഷ്, ഷിംദ രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നു ഞാനാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ.
തിരുമുറിവുകളിൽ തോകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തോകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ. ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളിൽ ദേവദാസിയെ മറക്കൂ മറക്കൂ. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. ശ്രീനാരായണപുരം CU ജയൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഓണം ബക്രീദ് ജനകീയോത്സവം സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ഓണം ബക്രീദ് ജനകീയോത്സവത്തിന്റെ ഭാഗമായി വാശിയേറിയ ഓണക്കളി നടന്നു. ഓണക്കളിയുടെ ഉദ്ഘാടനം ET ടൈസൺ മാസ്റ്റർ MLA നിർവഹിച്ചു. ശാലയ്ക്ക് കുറേ കൂടി പ്രത്യേകതയുണ്ട്. ഇപ്രാവശ്യം ആദ്യം ഞാൻ ഈ ജംഗ്ഷനിലൊക്കെ ഉള്ള ബോർഡ് കണ്ടപ്പോൾ ആദ്യം ഒന്ന് സംശയിച്ച് തെറ്റായി പെട്ടെന്ന് എഴുതി പോയതാണെന്ന് തോന്നി. എന്താണെന്ന് അറിയുക, ബക്രീദ് ഓണം എന്നാണ് പെട്ടെന്ന്. ബക്രീദ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായാലോ എന്ന് ഓർത്ത് ഞാനപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിളിക്കുകയും ചെയ്തു. ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളെല്ലാ കൊല്ലവും അങ്ങനെയാണ്, അങ്ങനെ തന്നെ വേണം അല്ലേ, അതല്ല അങ്ങനെ തന്നെ വേണം. ഞാൻ വീണ്ടും പറയുന്നത് അങ്ങനെയാണ് വേണ്ടത്. അത് ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ലക്ഷണമാണ്. ഞങ്ങൾ ചിലപ്പോൾ ഒരു മാസം ഒരിത്തിരി വ്യത്യാസം അങ്ങോട്ട് ഇങ്ങോട്ട് ആയി എന്നുള്ളതൊന്നും കാര്യമില്ല. ഞങ്ങൾ ഇതൊരുമിച്ച് ആഘോഷിക്കുന്ന മൈത്രിയുടെ കേന്ദ്രങ്ങളെ സൃഷ്ടിക്കുക ഞങ്ങളുടെ CU ജയൻ സ്മാരകശാല ലക്ഷ്യമാണ് എന്ന് വീണ്ടും അടയാളപ്പെടുത്തുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. ചില ആളുകൾ പറയും എസ്എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും അല്ലെ, ഏറ്റവും നല്ല തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്കും ആശാവർക്കർമാർക്കും എല്ലാം ഓണം ആഘോഷിക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് ജീവനക്കാർക്ക് ഉൾപ്പെടെ ഏറ്റവും നല്ല ഓണമായി കേരളത്തിലെ ഓണം മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തത്. അപ്പോൾ എനിക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. മാവേലി നാടുവാണിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിൽ അസൂയ പൂണ്ടിട്ടാണ് അന്ന് അദ്ദേഹത്തെ 3 അടി മണ്ണ് ചോദിച്ചുകൊണ്ട്. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി MS മോഹൻദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമ്യ പ്രദീപ്, PA ഇബ്രാഹിംകുട്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും ചികിത്സാ സഹായ ഫണ്ട് വിതരണവും നടന്നു. CU ജയൻ സ്മാരക വായനശാല പ്രസിഡന്റ് സൂരജ് നടുമുറി, സെക്രട്ടറി അനീഷ മനോജ്, സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ മജീദ് തരൂപ്പീടികയിൽ, വൈസ് ചെയർമാൻ സിദ്ദിഖ് വിളക്കുപറമ്പിൽ, ജനറൽ കൺവീനർ അജയൻ പണിക്കുവീട്ടിൽ, ജോയിന്റ് കൺവീനർ സിദ്ദിഖ് ചൂളക്കടവിൽ, ട്രഷറർ പ്രജിത്ത് അയിനിപ്പുള്ളി തുടങ്ങിയവർ ജനകീയോത്സവത്തിന് നേതൃത്വം നൽകി. ിന്റെ